ഗുഡ് മോർണിംഗ് ചക്കരെ. ഗുഡ് മോർണിംഗ്. എന്താ ഇങ്ങനെ ഇരിക്കണേ? ആരെങ്കിലും പിടിച്ച് കടിച്ച? പറ, ഒന്നും പറയുന്നില്ലല്ലോ. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഉറക്കത്തിന് അണിച്ചില്ലേ? നേരത്തെ കിടന്ന് ഉറങ്ങിയല്ലോ നല്ല. അതില്ല, ഓർക്കുന്നുണ്ട്. ഉറക്കുണ്ടോ? അതെന്താ സ്പെഷ്യല്? ഇടിയപ്പം ഇതൊക്കെ ലാസ്റ്റ് ആവോ? നീ ലാസ്റ്റ് ആവോ? യുദ്ധാണ് വരാൻ പോണത്. ഗ്യാസ് ഇല്ല, എന്തൊക്കെയാണ്? ഗ്യാസ് വീട്ടാവശ്യത്തിന് കൊടുക്കണ്ടേ, പിന്നെ ഹോട്ടലുകളിൽ അത് കിട്ടില്ലാന്നുള്ളൂ. അതാണ് പ്രശ്നം. അതുകൊണ്ട് യാത്ര പോണക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അന്ന് വെക്കേഷൻ എവിടെയെങ്കിലും പോവാന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാവും. പറയാൻ പറ്റില്ല ഗ്യാസിന്റെ കാര്യമായിട്ട്. ഉഷാറായി അങ്ങോട്ട്, ഉഷാറായി. പാവം. ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ്. ഇങ്ങനെയൊക്കെ ചാടി പറ, തുള്ളി തുള്ളി പറ. അത് തന്നെ പണ്ടത്തെ ഒരു എനർജി വെച്ചേ. പാവം. മാസായില്ലേ? ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ യൂട്യൂബ് അത് നേരത്തെ ചാനൽ. പറഞ്ഞല്ലേ? കിളി പോയി കോഴിക്കുട്ടിയുടെ അഭിപ്രായത്തില് എങ്ങനെയുണ്ട് നമ്മുടെ പോക്ക്? പോക്ക് എന്താ ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഗ്യാസിക്ക് മാത്രം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ അത്ര കുഴപ്പമില്ല. ഗ്യാസിന് ബുദ്ധിമുട്ടുണ്ട്, പെട്രോള് പറയുന്നുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് നോക്കാം. അപ്പോഴേ പറഞ്ഞില്ലേ പോകാൻ. എന്താ ഇലക്ട്രിക് വണ്ടി എടുത്താ മതി ഞാൻ പറഞ്ഞില്ലായിരുന്നു? പിന്നെ നമുക്ക് എല്ലാവരും ഇലക്ട്രിക് വണ്ടി അല്ലല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്. എല്ലാവരും മറ്റു വണ്ടി ഉപയോഗിക്കുന്നത്. മറ്റു വണ്ടി 7 ലക്ഷം 8 ലക്ഷം കൂടുതൽ കൊടുക്കണം. അത് കൂടുതൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വ്യത്യാസം വരും. അറിയും, അതൊന്നും കുഴപ്പമില്ല. എല്ലാവരും അനുഭവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കാത്തോ. നമുക്ക് എല്ലാം ഫേസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഗ്യാസ് ഇല്ലെന്നാ ഞാൻ അങ്കമാലിയില് കണ്ടോ ഈ വർഗക്ക് ഇതുണ്ടല്ലോ, 3 ഈ വർഗ് ഞാൻ അവിടെ എല്ലാ സ്ഥലം പോകും നോക്കുന്നു. കന്നുകാലി ഉണ്ടാക്കുന്ന നമുക്ക് കിട്ടുമോ? പിന്നെ വല്ലോട്ട് കളിപ്പിക്കാൻ പോയി ഈ സമയത്ത് അവര് പറഞ്ഞു തരും. അതെന്താ പ്രശ്നം? ആരും ഇറങ്ങാറില്ല ഇപ്പൊ. അത് കുറച്ച് മേടിക്കാം. കുറച്ച് അമ്മച്ചിക്ക് അവിടെ ഉണ്ടോ? കുറച്ച് അമ്മച്ചിക്ക് അവിടെ ഉണ്ടോ? നമുക്ക് ബേനുവിനെ വഴുക് വേഗം മേടിച്ചിട്ട് ഇവിടെ അമ്മച്ചിക്ക് അവിടെ മേലുണ്ടല്ലോ അവിടെ വെക്കാം. പിന്നെ ഈ തേങ്ങക്ക് ചട്ട്, ഇത് എന്താ പറയാ, ചിരട്ട, അതൊക്കെ നമുക്ക് ഇത് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. വരുന്ന കൊച്ചു എങ്ങനെയുണ്ട്? ഇപ്പൊ ഓക്കെ ആണോ? കുഴപ്പമില്ല. ഇപ്പൊ ക്ലാസ്സിക്ക് പോകുന്ന സ്റ്റാർട്ട് ആയില്ലോ. ഇതാരാ? അതല്ലേ ആരാ ഇതിന്റെ ഫ്രണ്ട്? ഇപ്പൊ ഒരുമിച്ച് ഇറങ്ങുള്ളൂ. ഇപ്പൊ നമ്മളൊന്നും വേണ്ട. അതുകൊണ്ട് കൊച്ചു വിശക്കിന് പിള്ളേർക്ക് ഇടിയപ്പം ഉച്ചക്ക് ഫുൾ കളിക്കും റൂമില്. അവിടെ റൂമില് 2 പേര് എന്തൊക്കെ കളിക്കും. ഇവിടെ കരഞ്ഞ് അതല്ലിനെ വേണമെന്ന് ഒറ്റക്കല്ല പാവം. എന്നിട്ട് നേഴ്സറി കൊണ്ടാക്കും തന്നെ. പ്ലേ സ്കൂള് കണ്ടോടെ എന്റെ കൊച്ചു വിഷമിക്കണുണ്ടോ? എത്ര നാളെ എന്നോട് പറയണേ? കൊച്ചു പറഞ്ഞാടിയുടെ വീട്ടില് ചേച്ചിയുണ്ട്, അവരുടെ വീട്ടില് ചേച്ചിയായിട്ടുണ്ട് കളിക്കാൻ. എനിക്ക് മാത്രം ആരുമില്ല പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തിൽ നന്ന് കാര്യം. കാണിച്ചു കൊടുക്ക്, അപ്പൂനെ കാണിച്ചു കൊടുക്ക്. ആരോടും പറയില്ല ഇത്. ഇഷ്ടല്ല, ആരോടും പറഞ്ഞ ഇഷ്ടല്ല. അണ്ടി എന്താണ് സുഖാണോ? അവലെ സുടി അണ്ടി ഞാനൊക്കെ തന്നാ മതിട്ടോ. അല്ല ആർക്കെങ്കിലും ഉപയോഗിച്ചല്ല. അതല്ലടി
നമുക്ക് ബുദ്ധിമുട്ട് വന്ന 3 വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം വെച്ചാൽ മതി. ആ അത് മതി, അത് നല്ല ഐഡിയ അല്ലേ. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വെക്കുമ്പോൾ ഭക്ഷണം എങ്ങനെ തരണം ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം മതിയല്ലോ. അത് ശരിയാ. നിങ്ങൾക്ക് ആൻറ്റി പറഞ്ഞ വെജിറ്റേറിയൻ ആയതൊരു കുഴപ്പമില്ല. എന്താ 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 പക്ഷെ കറക്റ്റ് ടൈമിൽ അതെ, എപ്പോഴും ചിരിച്ച സോയിക്കുട്ടിക്കാണ് എല്ലാവർക്കും ഇഷ്ടം. വർത്താനം പറ. വർത്തമാനം ഇപ്പൊ നിങ്ങള് വർത്തമാനം പറയുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനെ ഒടിഞ്ഞിരിക്കാണ്ട് വയ്യാവോ പീരിയഡ്സ് ആയിട്ട് വയറുവേദന, നടുവേദന, തലവേദന. ചിരിച്ചിരിക്കണമെങ്കിൽ അതിന്റെ കഴിവ് നിനക്കണം. ചിരിച്ചിരിക്കാനുള്ള പീരിയഡ്സ് ടൈമിൽ എങ്ങനെ ചിരിപ്പിക്കണം എനിക്കറിയില്ല. ആണല്ലോ സ്കൂളൊക്കെ ക്ലോസ് ആയി, എക്സാം ആയോ, പുണ്യസ് പാസ്സായി, എല്ലാം നല്ല മാർക്ക് കിട്ടി പാവം. പിന്നെ എന്താ ഇപ്പൊ രാവിലെ എനിക്ക് ഒന്നുമില്ലാത്ത മമ്മിക്ക് വീട്ടിൽ പോയിട്ട് വരാട്ടെ വരാം. മമ്മിക്ക് വീട്ടിൽ പോകും എന്തോലെ തിന്നിട്ട് വരും. കുറച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പേര് വീണ്ടും തിന്നണ ഒന്നുമില്ല, മമ്മിക്ക് വീട്ടിൽ പോട്ടെ പറയും. അപ്പൊ അവിടെ പോയി എന്തെങ്കിലും ഉണ്ടോ തിന്നിട്ട് വരും. നമുക്ക് വേണ്ടത് ഓക്കെ. നമുക്ക് വിറകിനൊന്നും വിറക് മുകളിൽ വേണ്ട വിറക് ഇരിപ്പില്ലേ. അതെ ഞാൻ പറഞ്ഞു ഗ്യാസ് ഇല്ലെന്നാ നമുക്ക് പേടിക്കണ വിറക്. എല്ലാരും പറമ്പിൽ കൊടുക്കാൻ എന്ത് പ്രശ്നം? അവിടെ പോയെടുക്കാം, പറമ്പിൽ പോയെടുക്കാം. മറ്റേ തോട്ടത്തിൽ പോയ പണ്ട് ബിസി ആന്റി മറ്റേ അവിടത്തെ ചേച്ചി എല്ലാരും അവിടെ പോയി എടുക്കൂലേ. വിറകിനെ കുറച്ച് പേടിക്കണ്ട. വിറക് മുകളിൽ വേണ്ടത് ഇരിപ്പില്ലേ. ആ പലക നമുക്കൊന്ന് കൊത്തണ കാര്യല്ലേ ഉള്ളൂ. മറ്റേ ഇഷ്ടംപോലെ വിറകില്ലേ, അടുപ്പുണ്ട് അവിടെ. അതോർത്തൊന്നും പേടിക്കണ്ട. നെല്ല് കിടപ്പുണ്ട് ഒരു 5-6 മാസം. വിറക് എവിടെയെല്ലാം കിട്ടും, തിന്നാനും മാത്രം നമുക്ക് കിട്ടില്ല, ബുദ്ധിമുട്ട്. നെല്ലടുപ്പുണ്ട്. അതെ, എങ്ങനെയുണ്ട് ഇവള് ആന്റീനെ കുളിച്ചപ്പോ ഭയങ്കര ഫേമസ് ആയി പോയി. ആന്റി മീറ്റിങ്ങിലൊക്കെ എന്താ പറഞ്ഞ ആൾക്കാര് ഒരു അവലോസോടി ഉണ്ടാക്കി ആന്റി ഫേമസ് ആയി പോയി. എന്തൊക്കെയാണ് ഒരു തക്കാളി എടുക്കട്ടെ. ഞാനേ പതുക്കെ സാധനങ്ങളും മേടിച്ചോ. സോയി സോയി അമ്മ തണുപ്പുണ്ടല്ലോ, ഞാനൊക്കെ തണുപ്പ് തോന്നുന്നുണ്ട്. അതെ നമുക്ക് ഗ്യാസിൽ എന്ത് ചെയ്യും? വിറക് അടിച്ചത് തീയോ? നമുക്ക് വിറക് വിറ്റാതെ ഈ സമയം നല്ല പൊന്നും വിലക്ക് വിൽക്കാം. ചട്ട അല്ല വിട്ടല്ലോ അമ്മച്ചിയെ. അത് പോട്ടെ, ബക്കറ്റിലിട്ട് വെച്ചൊക്കെ കാക്കിട്ട് പോവാണ്. കാക്ക ബക്കറ്റിൽ ചട്ടയൊക്കെ കാക്കിട്ട് പോകുന്നു. കാക്ക എന്നാണ് കൊണ്ടുപോന്നെ. അതെ, ഇനിയിപ്പോ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. അതായത് അമ്മ ഇങ്ങോട്ട് വരണം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. കറണ്ടും എല്ലാം കൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി വരണ്ടത്. ഓക്കെ, പിന്നെ കറി ഇവിടെ എടുക്കാനും വേണ്ട, ഗ്യാസിന് എന്താവല്ല. എല്ലാം ചെയ്യും. എന്തെല്ലാം പറഞ്ഞാലും ഞാൻ വരാതിരിക്കുന്നത്. നീ പൊട്ടറി പോടാക്കതേ. നീ വേണ്ട പൊട്ടേക്ക് ഇറങ്ങി പണിയൊക്കെ പണിയെടുത്ത് കാശിനൊക്കെ അപ്പം നമുക്ക് കണ്ടിട്ടുണ്ട്. പണിയെടുക്കുന്ന കാശ് ഞാൻ പണിയെടുക്കേണ്ട കാശുണ്ടല്ലോ വന്നത്. നീ പണിയെടുത്ത് പോകും. പണിയെടുത്ത് പോയി കാശ് കൊണ്ടുവന്നിട്ട് അവിടെ കൊടുത്തിട്ട് നിനക്ക് എൻ്റെ കഴിഞ്ഞിട്ടൊക്കെ വെച്ചോളാം. കുറച്ച് കാശ് എനിക്കുണ്ടാവും, കുറച്ച് കാശ് അമ്മയ്ക്ക് പോയി. പറയരുത് ടി വി കാണരുത്. നിന്നെ ആരെ പറഞ്ഞ ടി വി കാണരുതെന്ന് പറയാം? അല്ല, പണ്ട് നിങ്ങളുടെ മോൻ ടി വി മേടിച്ചു വെച്ചപ്പോ ഞാൻ കാണുമ്പോ നിങ്ങൾ ഓഫ് ചെയ്യാറില്ലേ? ചൂടായി അതെന്നെ ഞാൻ പറഞ്ഞു ചെയ്തുള്ളൂ. അല്ലേ ചോദിക്കട്ടെ, മമ്മി പറഞ്ഞപ്പോ നീ ഹരിദാസ് വേണമെന്നൊക്കെ മമ്മി പറഞ്ഞപ്പോഴേ നീ എന്തൊന്നും പറയുന്നേ. അപ്പൊ നിനക്ക് ആയിരം മമ്മി എനിക്ക് കുറെ ഫുഡ് തന്നിട്ടുണ്ട്. ചെറുപ്പത്തില് രണ്ടാനമ്മ എന്ന പോലെ നോക്കിയതാ. അല്ല കുട്ടി, നെഞ്ചത്തൊരു വിറകൊള്ളി പൊള്ളിച്ചു മുറ.
എപ്പോഴും ഉണ്ടാ പാട്. നിങ്ങൾ ചോദിച്ചാ, നിങ്ങളൊരു അമ്മയാണോ? നിങ്ങൾ ചോദിച്ചാ ഇവിടെ ചോദിച്ചാ എന്റെ മോൻ എന്തിനു കുത്തി? അതൊന്നുമല്ല, ഇപ്പത്തെ അമ്മമാരെ പിള്ളേർക്ക് ഒരു പോറിൽ പോയ ടീച്ചർമാർക്ക് ഇട്ട് കൊടയും, മനസ്സിലായാ? അതൊക്കെയാണ് അമ്മമാര്. പിള്ളേരെ അടിച്ചു വളർത്തുന്നോട്ട് അടിക്കാൻ ഇഷ്ടമില്ല. അതാ എനിക്ക് അറിയാൻ പാടുന്നുണ്ടൊക്കെയാ. അതെ, ചെറുപ്പത്തില് ഞാൻ ചെയ്ത തെറ്റ് സെയിം പൊന്നു ചെയ്ത് അവളടിക്കുന്നില്ല. ഞാൻ ഒന്നോട് ഇതെന്ത് എവിടത്തെ ന്യായം പറയും. എന്നൊക്കെ ചവിട്ടി കൂട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ നെഞ്ചത്ത് കയറുന്നത് ചവിട്ടുകാണ നടത്തിയ ആളാണത് ഈ ബാഗിലിരിക്കുന്നത്. അല്ല മച്ചി, അപ്പുറത്തെ വീട്ടിൽ നിന്ന് മരം വെട്ടിന്നും പറഞ്ഞ നമുക്ക് വെളുപ്പാൻ കാലത്ത് ചവിട്ടി കുട്ടി തന്നെ. അത് ഞാൻ ചെറിയ കഞ്ഞിക്കുഞ്ഞിപ്പര ഉണ്ടാക്കാൻ പറ്റില്ലേ? എന്താ ചെയ്ത്? കുഞ്ഞിപ്പര ഉണ്ടാക്കാൻ കഞ്ഞി വെച്ച് കുടിക്കാൻ. മനസ്സിലായില്ലേ? മാവും പ്ലാവൊക്കെ സൈഡിൽ വെച്ചു. ഇവരത് വെട്ടിയെടുത്തത് എല്ലാം വെട്ടിയെടുത്തിട്ട് ഇവര് വെടിയാനായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നില്ല. ഓട്ടോമാറ്റിക് സുഖല്ലേ? കൈ വേദന എടുക്കണ്ട. സുഖമില്ലേ? ഓ അതല്ല, സാധാരണ ഒരു കടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാ തിരിച്ചു വരുമ്പോ നല്ല കുട്ടിയാവും. ഇതെങ്ങനെയല്ല, ഇത് നാശത്തിലോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ എന്നു നന്നായിട്ട് അത് 10-8 വയസ്സ് കഴിഞ്ഞ് അങ്ങ് അങ്ങോട്ട് പോണ സമയത്ത് നമ്മൾ നല്ല പുള്ളിയായി പോകും. അന്നേരം ദൈവം നല്ല പുള്ളിയായി കൊണ്ടാണ് നമ്മളെ. അല്ലാണ്ട് ഞാൻ നല്ല പുള്ളിയാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പറ്റൂല. ദൈവം നിശ്ചയിക്കണം ആ തള്ള നല്ലതാണെന്ന്. അപ്പൊ പ്രവൃത്തി നല്ലവണ്ണം. പ്രവൃത്തി എന്റെ പ്രവൃത്തിക്ക് എന്താ കുഴപ്പം? ഇപ്പൊ വർഗം ഉണ്ടാക്കൂല്ലോ. ഇവരുടെ 2 കൊടുക്കണം. ഇപ്പൊ അമ്മ വാക്കോട്ട് എടുക്കും. എന്താ വേണേ കഴിച്ചാ മതി. ചേട്ടാ ചേട്ടാ നല്ല ഇടിയപ്പം കിട്ടിയില്ല. ഇടണോ മുട്ട? ഇവിടെ ഇടണോ? ഗ്രേവി ഇടണോ? ഗ്രേവി എണ്ണ മുക്കി കഴിക്കട്ടാ. ഇത് ചൂടാവോ? ഭയങ്കര ചൂടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളിയായിട്ട് ഞാൻ വരട്ടെ. ഇനി കുറച്ച് സുഖമില്ല, വയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് അടിപൊളിയായിട്ട് വരാം.